ഒരു സ്റ്റേജ് 4 ലങ് ക്യാൻസർ പേഷ്യൻ്റ് 13 വർഷം ജീവിച്ചിരിക്കുക എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു കാര്യമാണ്. ലോകോത്തര നിലവാരത്തിലുള്ള ഒരു ക്യാൻസർ ചികിത്സ കൊടുക്കുന്ന ഒരു ലെവലിലേക്ക് നമ്മുടെ ഹോസ്പിറ്റലിനെ ഉയർത്താൻ കഴിഞ്ഞു എന്ന് ഓർക്കുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. രാജഗിരി ഹോസ്പിറ്റലിൽ ക്യാൻസറിനെതിരായിട്ടുള്ള പോരാട്ടം തുടങ്ങിയിട്ട് 10 വർഷം പിന്നിട്ടിരിക്കുകയാണ്. ഈ ഒരു 10 വർഷത്തെ യാത്രയെ സാർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? എന്താ പറയുക, ബ്രിക്ക് ടു ഹൗസ് എന്ന് പറയുന്ന ഒരു ഫീലിംഗ് ആണ്. 2016 നമ്മൾ ഓൺകോളജി വിഭാഗം ഇവിടെ തുടങ്ങുന്നത്. അന്ന് ഒരു ചെറിയൊരു സെറ്റപ്പിൽ നിന്നാണ് ഇന്ന് നമ്മളൊരു സമഗ്ര ക്യാൻസർ ചികിത്സയ്ക്കുള്ള രാജഗിരി ക്യാൻസർ സെൻറ്റർ എന്ന രീതിയിലേക്ക് വളർന്നു വന്നത്. ഈ ഒരു സമയം ഓർക്കുമ്പോൾ വളരെയധികം സന്തോഷവും അഭിമാനമൊക്കെ തോന്നുന്നുണ്ട്. ഒരു യാത്രയായിരുന്നു. ഇല്ലായ്മയിൽ നിന്ന് നമുക്ക് ഒരു ലോകോത്തര നിലവാരത്തിലുള്ള ഒരു ക്യാൻസർ ചികിത്സ കൊടുക്കുന്ന ഒരു ലെവലിലേക്ക് നമ്മുടെ ഹോസ്പിറ്റലിനെ ഉയർത്താൻ കഴിഞ്ഞു എന്ന് ഓർക്കുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. ഈ ഒരു 10 വർഷം സാർ ഒത്തിരി രോഗികളായിട്ട് കണക്ഷൻ ഉണ്ടായിട്ടുണ്ട്. ഒത്തിരി രോഗികളായിട്ട് പരിചയപ്പെട്ട് അവരുടെ അനുഭവങ്ങളൊക്കെ ഒത്തിരി അവരുടെ ജീവിതം അടുത്തറിഞ്ഞിട്ടുണ്ട്. അതിൽ സാറിൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു അനുഭവം ഞങ്ങളായിട്ട് പങ്കുവയ്ക്കുമോ? കുറേ പേരുണ്ട്. ഓൺകോളജിസ്റ്റ് എന്ന് പറയുന്നവരുടെ ലൈഫിൽ മറക്കാൻ കഴിയാത്ത അനുഭവം ഒരുപാട് പേരുടെ ഉണ്ട്. നമ്മൾ ഈ ക്യാൻസർ രോഗികളുടെ കാര്യം പറയുമ്പോൾ ഒരുപക്ഷെ 2007 ഞാൻ ഒരു ക്യാൻസർ PG പഠനത്തിന് വേണ്ടി അടയാർ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുന്നത്. അക്കാലത്ത് ലങ് ക്യാൻസർ രോഗികളൊക്കെ വരുമ്പോൾ പലപ്പോഴും അവർക്ക് ചികിത്സയൊന്നും കൊടുക്കത്തില്ല. കാരണം അവരെ ചികിത്സിച്ചില്ലെങ്കിലും വലിയ വ്യത്യാസമൊന്നുമില്ല എന്നുള്ള ഒരു രീതിയായിരുന്നു അന്നെല്ലാവരും ഫോളോ ചെയ്തിരുന്നത്. 2013 ഞാനൊരു രോഗിയെ പരിചയപ്പെട്ടു. ഒരു സിസ്റ്ററായിരുന്നു. സിസ്റ്റർ ചികിത്സ ആരംഭിക്കുമ്പോൾ ഇതേപോലെ തന്നെ അധികം ഒരു പ്രതീക്ഷയൊന്നുമില്ല എന്ന് പറഞ്ഞ ആ സിസ്റ്റർ 13 വർഷം ജീവിച്ചിരുന്നു. ഒരു സ്റ്റേജ് 4 ലങ് ക്യാൻസർ പേഷ്യൻ്റ് 13 വർഷം ജീവിച്ചിരിക്കുക എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു കാര്യമാണ്. പക്ഷേ ഇന്നത്തെ ശാസ്ത്രത്തിൻ്റെ പുരോഗതിയാണ്. സിസ്റ്ററിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ മുമ്പോട്ട് പോകുമ്പോൾ ഞങ്ങൾ ഈ ശാസ്ത്രത്തിൻ്റെ പുരോഗതി അങ്ങനെ കണ്ടു. ഈ ഓരോ മരുന്നുകൾ വരുമ്പോഴും പുതിയ രീതിയിലുള്ള ടെസ്റ്റുകൾ വരുമ്പോഴൊക്കെ സിസ്റ്ററിന് അത് ഉപയോഗപ്പെടുകയും അതിലൂടെ 13 വർഷം ജീവിച്ചിരിക്കുകയൊക്കെ ചെയ്തു. സിസ്റ്ററിൻ്റെ ജീവിതം ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഒരു പെൺകുട്ടിയുണ്ടായിരുന്നു. എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ 24 വയസ്സിൽ ആ കുട്ടിക്ക് ബ്രസ്റ്റ് ക്യാൻസർ വരികയും 2017-18 കാലഘട്ടങ്ങളിലാണ്. ഇന്നായിരുന്നെങ്കിൽ ആ കുട്ടിയുടെ ജീവിതം മാറിപ്പോയനെന്ന് ചിലപ്പോഴൊക്കെ ഓർക്കാറുണ്ട്. കാരണം ചികിത്സ പെട്ടെന്ന് മാറി. ആ കാലത്ത് കൊടുക്കാൻ കഴിയാമായിരുന്ന എല്ലാ ചികിത്സയും ഞങ്ങൾ കൊടുത്തെങ്കിലും ഇക്കാലത്തായിരുന്നെങ്കിൽ ഒരു പക്ഷേ കുറച്ചും കൂടി മികച്ച ചികിത്സ കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നു എന്നൊരു വിഷമവും ഇടയ്ക്ക് ഞാനിങ്ങനെ ഓർക്കാറുണ്ട്. ഈ 2 പേരെയാണ് എനിക്ക് പെട്ടെന്ന് മനസ്സിൽ വരുന്നത്. ക്യാൻസർ രോഗം ഈ ചികിത്സിച്ച് ഭേദപ്പെടുത്തുന്ന ഒരു കാര്യം നമ്മൾ കൊട്ടിഘോഷിക്കുമ്പോഴും അതോടൊപ്പം നമ്മൾ ചേർത്ത് പിടിക്കേണ്ട ഒരു വിഭാഗം എന്ന് പറയുന്നത് ഈ പാലിയേറ്റീവ് കീമോതെറാപ്പിയൊക്കെ എടുക്കേണ്ട രോഗം ഭേദപ്പെടാൻ സാധ്യതയില്ലാത്ത വ്യക്തികളെ കൂടിയാണ്. അവരെ കൂടി ചേർത്ത് നിർത്തുന്ന ഒരു രീതിയാണ് നമ്മുടെ ക്യാൻസർ സെൻ്ററിൽ നമ്മൾ അവലംബിക്കുന്നത്.